ഹായ് ഫ്രണ്ട്സ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടി ടാക്സ്, ബിൽഡിംഗ് ലിങ്കിങ്, മാരേജ് രജിസ്ട്രേഷൻ, ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകൾ, അതുപോലെ തന്നെ ട്രേഡ് ലൈസൻസ്, പുതിയ കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള ട്രേഡ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇവയൊക്കെ കെ സ്മാർട്ട് എന്നൊരു പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. നമുക്കറിയാം, കെ സ്മാർട്ട് തുടക്കത്തിൽ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമായി ഒതുക്കി നിർത്തുകയും അതിനുശേഷം ഏപ്രിൽ മാസത്തോടുകൂടി ഗ്രാമപഞ്ചായത്തും കൂടി ഉൾപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ജൂൺ മാസം കഴിയും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെബ്സൈറ്റ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അതൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഗ്രാമപഞ്ചായത്തും കൂടി ഉൾപ്പെടുത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയും നേരത്തെ ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു കനേഡിയൻ എഴുത്തുകാരൻ്റെ കോട്ടിങ് കണ്ടിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്. ആ കോട്ടിങ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതും കെ സ്മാർട്ടിൻ്റെ കാര്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏതൊരു മാറ്റവും തുടക്കത്തിൽ വളരെ പ്രയാസമേറിയതും മധ്യത്തിൽ കൂടിക്കുഴഞ്ഞതും ഒടുവിൽ മനോഹരവുമായിരിക്കുമെന്നാണ് ആ കോട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. കെ സ്മാർട്ടിൻ്റെ കാര്യവും ഏതാണ്ട് അതുപോലെയാണ്. ഇവിടെ തുടക്കത്തിൽ വളരെ പ്രയാസകരമായിരുന്നു, ഏതാണ്ട് മധ്യഭാഗമായിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് കൂടിക്കുഴഞ്ഞ ഒരവസ്ഥയിലുമാണ്. താമസിയാതെ തന്നെ ഇത് മനോഹരമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുകയുള്ളൂ. എന്നിരുന്നാലും നമുക്ക് ജൂൺ മാസം ഒടുവിലോടുകൂടിയൊക്കെ ഇത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും എന്ന് പ്രതീക്ഷിക്കാം. ട്രേഡ് ലൈസൻസുകൾ, പ്രത്യേകിച്ച് പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള അവയുടെ ലൈസൻസ് പുതുക്കുന്നതിനും ട്രേഡ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിനുമൊക്കെ നമ്മൾ അപേക്ഷിച്ചതിന് ശേഷം ബന്ധപ്പെട്ട ഓഫീസിൽ അത് അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഓൺലൈനായി നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടുന്നതും അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതും. നേരത്തെ ട്രേഡ് ലൈസൻസിന് അപേക്ഷിക്കുന്നത് എങ്ങനെ, അതായത് പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള ട്രേഡ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡുമൊന്നും അന്നേരം പോസ്റ്റ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ എങ്ങനെയുള്ള ട്രേഡ് ലൈസൻസിൻ്റെ അപ്രൂവലായ ട്രേഡ് ലൈസൻസിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതും അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതും എങ്ങനെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. അതിനോടൊപ്പം കെ സ്മാർട്ടിൽ വരുന്ന എഡിറ്റിങ്ങുകൾ എന്തൊക്കെയാണെന്നാണ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് കെ സ്മാർട്ടിൽ ഒരു അപേക്ഷ അയച്ചാൽ അതിന് 2-3 സ്റ്റേജുകൾ ഉണ്ട്. ഇനിഷ്യേറ്റഡ്, വെരിഫൈഡ്, അപ്രൂവ്ഡ്, അങ്ങനെ പല സ്റ്റേജുകൾ കടന്നാണ് ഒരു അപേക്ഷ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്. ഇവയൊക്കെ എങ്ങനെയാണെന്നും വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ 25-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ പ്രത്യേകം പ്ലേലിസ്റ്റുകളായി ക്രമീകരിച്ചിട്ടുമുണ്ട്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കെ സ്മാർട്ടിൽ സിറ്റിസൺ ലോഗിൻ വഴി നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന മൈ ആപ്ലിക്കേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള അപേക്ഷകളൊക്കെ കാണുവാൻ സാധിക്കും. ഇവിടെ തന്നെ ഇടത് സൈഡിൽ കാണുന്ന ലിങ്കുകൾ ഇതിനായിട്ട് പ്രയോജനപ്പെടുത്താം. ഇവിടെ ഞാൻ ലൈസൻസ് സർവീസ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ ലൈസൻസ് റിന്യൂവലുമായിട്ട് ബന്ധപ്പെട്ടൊരു ടാബ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കടയുടെ ലൈസൻസ് റിന്യൂവൽ അല്ലെങ്കിൽ ട്രേഡ് ലൈസൻസ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷയാണിത്. ഇവിടെ നമുക്ക് ഇനിഷ്യേറ്റ് എന്ന് ചുമന്ന അക്ഷരത്തിൽ കാണുവാൻ സാധിക്കും. ഇതിനർത്ഥം ഈ ഒരു അപേക്ഷ നമ്മൾ പൂർണ്ണമായിട്ടും സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഫൈനൽ സബ്മിഷൻ ചെയ്തിട്ടില്ല എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ടാണ് ഇനിഷ്യേറ്റ് എന്നുള്ളത് റെഡിഷ് ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ താഴെ നമുക്ക് ഫയൽ ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആ ഫയൽ ട്രാക്കിൽ പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് യാതൊരു റിസൾട്ടും ലഭിക്കത്തില്ല, കാരണം നമ്മൾ ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടില്ല. നേരെ മറിച്ച് അതിന് തൊട്ടടുത്തായിട്ട് കാണുന്ന എഡിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രോസസ്സുകളൊക്കെ അവിടെ വരികയും ഇവിടെ കാണുന്ന പെൻസിൽ മാർക്കിൽ പ്രസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനും, തെറ്റുകളൊന്നുമില്ലെങ്കിൽ അതല്ലെങ്കിൽ തിരുത്തിയതിന് ശേഷം അവിടെ കാണുന്ന പ്രൊസീഡിൽ പ്രസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇടയ്ക്ക് മുടങ്ങിപ്പോവുകയോ ഇൻ്റർനെറ്റിൻ്റെ തകരാറ് കൊണ്ട് തടസ്സം സംഭവിക്കുകയോ ഒക്കെ ചെയ്ത അപേക്ഷകൾ ഇങ്ങനെ മുന്നോട്ട് വന്ന് പ്രൊസീഡ് കൊടുത്ത് ഓരോ സ്റ്റേജും കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ വന്ന് നമുക്ക് ആവശ്യമുള്ള നേരത്തെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഫയലുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ, പുതിയതായിട്ട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ലൈസൻസ് റിന്യൂവൽ, ട്രേഡ് ലൈസൻസ് റിന്യൂവൽ വീഡിയോയിൽ ഇത് വിശദീകരിച്ചതായുണ്ട്, കൂടുതൽ പറയുന്നില്ല. അങ്ങനെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വന്ന്
പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ പ്രൊസീഡ് കൊടുത്താൽ നമ്മളൊരു സമ്മറി സ്റ്റേജിലേക്ക് എത്തും. പ്രിവ്യൂ സ്റ്റേജാണിത്. ഇവിടെ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനും പരിശോധിച്ചു നോക്കാനും ശരിയാണോ എന്ന് നോക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. താഴെ വന്ന് വീണ്ടും പ്രൊസീഡ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു ഡിക്ലറേഷൻ ഫോം ലഭിക്കുകയും അവിടെ ഐ അഗ്രിയിൽ ടിക്ക് മാർക്ക് വരുത്തി ഫൈനൽ സബ്മിഷൻ ചെയ്യാവുന്നതുമാണ്. തുടർന്ന് നമുക്കൊരു പോപ്പപ്പ് വിൻഡോ ലഭിക്കുകയും ഇവിടെ നമുക്ക് ഫൈനൽ സബ്മിഷൻ്റെ അക്നോളജ്മെൻറ്റ് ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതുമാണ്. ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഹോം പേജിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഹോം പേജിൽ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ മൈ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രേഡ് ലൈസൻസ് റിന്യൂവലാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ലൈസൻസ് സർവീസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ റെഡിഷ് ആയിട്ട് ഇനിഷ്യേറ്റ് എന്ന് കാണിച്ചതിന് പകരം ഇവിടെ ഇനിഷ്യേറ്റഡ് എന്ന് ഗ്രീൻ കളറിൽ കാണിക്കുന്നതും കാണാം. ഇതിനർത്ഥം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കിയാൽ ഉടൻ നോക്കിയാൽ ഒന്നും അറിയാൻ സാധിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അപ്രൂവ് ആയ ആപ്ലിക്കേഷൻ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അപ്രൂവലിന് മുൻപ് വെരിഫൈ ചെയ്യേണ്ടതുകൊണ്ട് വെരിഫൈഡ് ലിങ്കും ഇവിടെ വരുന്നതാണ്. അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണുന്ന ലിങ്കുകളിൽ നിന്നും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മൾ ബിൽഡിംഗ് ലിങ്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനായിരുന്നു ഇത്. സ്വന്തം ഐ ഡിയിൽ നിന്നും, അതായത് ഉടമസ്ഥൻ്റെ തന്നെ ആധാർ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യാത്തത് കൊണ്ട് റിജക്റ്റ് ആയിട്ടുള്ളതാണിത്. ഇതിൽ ഇനിയൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. സ്വന്തം ആധാർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കുകയാണ് ഇതിനുള്ളൊരു പരിഹാര മാർഗം. ഇവിടെ ട്രേഡ് ലൈസൻസ് റിന്യൂവലുമായി ബന്ധപ്പെട്ട മറ്റൊരു അപേക്ഷ കാണാം. മൈ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്ത് ലൈസൻസ് സർവീസിൽ പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് റിട്ടേൺ ടു സിറ്റിസൺ എന്ന് കാണാം. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അവിടെ സ്റ്റാറ്റസിൽ നോക്കിയാൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ അതിൽ ഇവിടെ കൃത്യമായിട്ട് ഇപ്പോൾ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് അവിടെ വന്ന് എഡിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ റീസൺ എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ റീസൺ കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് പ്രോപ്പർട്ടി ടാക്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ തന്നെ ഓക്കെ കൊടുത്ത് നമുക്ക് പ്രോപ്പർട്ടി ടാക്സിൻ്റെ റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. നേരത്തെ കാണിച്ചതുപോലെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി ഇങ്ങനെ പ്രോപ്പർട്ടി ടാക്സിൻ്റെ റെസിപ്റ്റ് അപ്ലോഡ് ചെയ്ത് വീണ്ടും നേരത്തെ കാണിച്ചതുപോലെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇവിടെയൊന്നും വിശദമായിട്ട് കാണിക്കാത്തത് ഇത് സംബന്ധമായിട്ടുള്ള വിശദമായ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണതുകൊണ്ടാണ് ഇതിൻ്റെ വിശദീകരണങ്ങളൊന്നും നൽകാത്തത്. ഇതുപോലെ നമുക്ക് വീണ്ടും സബ്മിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇപ്പോൾ ന്യൂ ട്രേഡ് ലൈസൻസ്, അതായത് പുതിയ കടകൾക്കുള്ള ലൈസൻസ്, അതല്ലെങ്കിൽ കടകളുടെ ലൈസൻസ് പുതുക്കുക തുടങ്ങിയവയ്ക്കൊക്കെ ആദ്യഘട്ടത്തിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ അയക്കുകയും പിന്നീട് അത് അപ്രൂവ് ആയതിനു ശേഷം നമുക്ക് പേയ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യേണ്ടുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. പുതിയ കടകളുടെ ലൈസൻസിന് അപേക്ഷിക്കുന്നതും നിലവിലുള്ള കടകളുടെ ലൈസൻസ്, ട്രേഡ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോകൾ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ കെ സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. നേരത്തെ അപേക്ഷിച്ച ട്രേഡ് ലൈസൻസ് റിന്യൂവലിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ മൈ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ ലൈസൻസ് സർവീസ് കാണാം. ആ ലൈസൻസ് സർവീസിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം അപ്രൂവ്ഡ് എന്ന് കാണാം. നമ്മൾ കൊടുത്ത അപേക്ഷ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫീ നിശ്ചയിക്കുന്നത് അതാത് ഓഫീസിലായിരുന്നു. അവർ അതിൻ്റെ ഫീസ് ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് തൊട്ട് താഴെയായിട്ട് പേ നൗ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് അതാണ്ട് ഇവിടെ എമൗണ്ടും 500 രൂപയാണ് റിന്യൂവൽ ഫീ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്കത് പേ നൗ എന്ന ലിങ്ക് ഉപയോഗിച്ച് അത് പേയ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. വീണ്ടും നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പേജിലെത്തും. ഇവിടെ വീണ്ടും നമ്മൾ പേ നൗവിൽ പ്രൊസീഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എല്ലാ പേയ്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് കാണിക്കുന്നത് പോലെ ഇവിടെ ധാരാളം ലിങ്കുകൾ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യേണ്ടുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ആയതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇവിടെ ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, UPI തുടങ്ങിയ സംവിധാനങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തിയതിനു ശേഷം ബാങ്കിൽ നിന്ന് വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ്. തുടർന്ന് നമുക്ക് ഇങ്ങനെ റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു വിൻഡോ ലഭിക്കും. ഇവിടെ മറ്റ് തടസ്സങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. നമുക്ക് സ്മൂത്തായിട്ട് ആ റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ താഴെ കാണുന്ന പ്രിൻ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്ത് നമുക്ക് റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഒരു റെസിപ്റ്റ് സിസ്റ്റത്തിൽ തന്നെ സേവ് ചെയ്യേണ്ടുന്നവർക്ക് സേവ് ചെയ്യാനും PDF ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാനും ഒക്കെ സാധിക്കുന്നതുമാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഹോം പേജിലേക്ക് പോകേണ്ടുന്നതുണ്ട്. തിരിച്ച് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്ക് ടു
ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രവേശിച്ച ഹോം പേജിലെത്തുകയും ഇവിടെ വീണ്ടും അവിടെ മൈ ആപ്ലിക്കേഷനിൽ ലൈസൻസ് സർവീസിൽ പ്രസ് ചെയ്താൽ നമുക്കവിടെ ട്രേഡ് ലൈസൻസ് പുതുക്കിയ സർട്ടിഫിക്കറ്റ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് പുതിയ ന്യൂ ട്രേഡ് ലൈസൻസിനുമുള്ളത്. പുതിയ കടയ്ക്കുള്ള അപേക്ഷയ്ക്കും ഇതുപോലെ തന്നെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടതും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതും. ഇവിടെ നമുക്ക് ആ ഡൗൺലോഡ് സിമ്പലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ ലഭിക്കുന്നത് പോലെ ഉള്ള ഒരു ഫോർമാറ്റിലാണ് ഒരു ബോർഡറോട് കൂടിയ ഒരു സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത്. ഇതിൽ ഫോട്ടോയും അപേക്ഷകൻ്റെ ഫോട്ടോയും കടയുടമയുടെ ഫോട്ടോയും അടുത്ത പുതുക്കേണ്ടുന്ന ഡേറ്റും എത്രാം തീയതിക്കുള്ളിൽ എത്രാം തീയതിക്ക് വരെയുള്ള സമയത്താണ് അത് പുതുക്കേണ്ടുന്നതും കടയുടെ പേരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്നതുമാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.